അപ്പോൾ ഇതെന്താണ് ബേർഡ്? കസോവറി. കസോവറി എവിടെ ഉണ്ടാവുക? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലുണ്ട്. പിന്നെ യൂറോപ്പ്. യൂറോപ്പിലൊന്നുമല്ല, ന്യൂഗിനിയിലും പിന്നെ ഓസ്ട്രേലിയയിലും. കസോവറി എന്ന് പറഞ്ഞാൽ എന്താണ്, ലോകത്തിലെ മൂന്നാമത്തെ വലിയ ബേർഡാണ് അല്ലേ, ഹൈറ്റ് വെച്ചിട്ട്. ആദ്യം ഏറ്റവും ഹൈറ്റുള്ള ബേർഡ് ഏതാ? ഓസ്ട്രിച്ച്. ഏറ്റവും വെയിറ്റ് ഉള്ള ബേർഡ് ഏതാ? ഓസ്ട്രിച്ച്. അപ്പോൾ ഏറ്റവും ഹൈറ്റും വെയിറ്റുള്ള ബേർഡ് ഏതാ? ഓസ്ട്രിച്ച്. പിന്നെ ഏറ്റവും ഹൈറ്റുള്ള ബേർഡ് ഏതാ? എമു. ഏറ്റവും വെയിറ്റ് ഉള്ള ബേർഡ് ഏതാ? ഏറ്റവും വെയിറ്റ് ഉള്ള ഓസ്ട്രിച്ച്. രണ്ടാമത് ഏറ്റവും ഹൈറ്റ് അല്ല, വെയിറ്റ് ഉള്ള ബേർഡ് ഏതാ? കസോവറി. അപ്പോൾ ഇത് എവിടെയുള്ള? ഓസ്ട്രേലിയയിലും ന്യൂഗിനി. ഓസ്ട്രേലിയയുടെ മുകളിലുള്ള ഒരു രാജ്യമാണ് ന്യൂഗിനി. അപ്പോൾ ഇവിടെ രണ്ടിടത്തുള്ളതാണ് കസോവറി. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇതിന് പറക്കാൻ പറ്റുമോ? ഇല്ല. ഓസ്ട്രിച്ചിന് പറക്കാൻ പറ്റുമോ? ഇല്ല. എമുവിന് പറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് ഇവർക്ക് മൂന്നുപേർക്കും പറക്കാം. ആ ഒരു ഇതിൽ എമുവിൻ്റെ വർഗ്ഗത്തിലുള്ളതാണ് കസോവറി. കസോവറിക്ക് എമുവിൻ്റെ അത്രയും പൊക്കമില്ല, പക്ഷേ എമുവിനേക്കാളും വെയിറ്റ് ഉണ്ട്. 3 തരം കസോവറി ഉണ്ട്. എന്താ പറയുക, സദേൺ കസോവറി എന്ന് പറയും, നോർത്തേൺ കസോവറി എന്ന് പറയും, പിന്നെ ഡ്വാർഫ് കസോവറി എന്ന് പറയും. എന്നുവെച്ചാൽ വലുത് സദേൺ കസോവറി. അപ്പം കസോവറി ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ഇപ്പം കാണുമ്പോൾ തന്നെ എന്താ ഉള്ളത്? നല്ല നീല അല്ലേ, ചുവപ്പ് തൂങ്ങി കിടക്കുന്ന സംഭവം അല്ലേ, പിന്നെ നീല കഴുത്തല്ലേ, നല്ല നല്ല നീല. തലയുടെ മുകളിൽ എന്താ അത്? ഒരു എന്താ പറയുക, കിരീടം പോലത്തെ ഒരു സാധനം അല്ലേ, അതുകൊണ്ട്. പിന്നെ അത് എന്തിനാന്ന് വെച്ചപ്പോൾ എന്താ അറിയില്ല, എന്തോ ഉണ്ട്. പിന്നെ അതിനെന്താ ഉള്ളത്? രോമമുണ്ടോ? രോമമില്ല. രോമമല്ല, അതെന്താണ്? തൂവലുണ്ട് അല്ലേ. തൂവൽ കണ്ട രോമം പോലില്ലേ, അപ്പം അങ്ങനത്തെ തൂവലുണ്ട്. ഇതിപ്പോൾ കണ്ടിട്ട് ഇപ്പോൾ എവിടെ താമസിക്കുന്നതായിട്ടാണ് തോന്നുന്നത്? കാട്ടിൽ കണ്ടോ, നല്ല കാട് ചുറ്റും കണ്ടില്ലേ, നല്ല കാടല്ലേ, നല്ല കാട്ടിൽ താമസിക്കുന്ന ജീവിയാണ് കേട്ടോ, കിളി. അതിൻ്റെ കാലുണ്ടോ, ഭയങ്കര വലിയ കാലല്ലേ അല്ലേ, അത് രോമമാണോ? തൂവലുണ്ട്, പക്ഷെ രോമം പോലുണ്ടല്ലേ. വാലുണ്ടോ കസോവറിക്ക്? ഇല്ല. കാലെങ്ങനെയുണ്ട്? വലിയ കാലോ ചെറിയ കാലോ? വലിയ ശക്തിയുള്ള കാല്, അതിനേക്കാൾ വലിയ കാല. ആ കസോവറിക്ക് എത്ര ഫിംഗേഴ്സ് ഉണ്ട്? എത്ര വിരലുണ്ട്? 3 വിരൽ. നഖമുണ്ടോ? നഖം ചെറുതാണോ വലുതാണോ? വലിയ നഖം, ഭയങ്കര കത്തി പോലത്തെ നഖം. നമ്മളെ ജാഗ്വാറിൻ്റെ പോലെയല്ല, വേറെ വലിയ ഷാർപ്പായിട്ടുള്ള ഭയങ്കര മൂർച്ചയുള്ള നഖം. അപ്പോൾ കസോവറിക്ക് ചാടാൻ പറ്റുമോ? ചാടാൻ പറ്റും. എന്താ പറയുക, ചാടി ചവിട്ടാൻ പറ്റും. ഇത് ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ബേർഡ് ഏതാ? കസോവറി ഭയങ്കര ഡേഞ്ചറസ്. എന്തുകൊണ്ടാണ്? അതിന് ദേഷ്യം വന്നാൽ അത് ചാടി ചവിട്ടുന്നത് എന്താ വെച്ചിട്ടാ? അടുത്തേക്ക് പോയാലൊക്കെ ചവിട്ടുന്ന ഏത് കാല് വെച്ചിട്ട്? ആ കാല് വെച്ചിട്ട്, ശക്തിയുള്ള കാല്. ആ കാലിൽ എന്താ ഉള്ളത്? നഖമുണ്ട്. നഖം കൊണ്ട് കുത്തിക്കയറും, കത്തി പോലെ അല്ലേ, ഭയങ്കര ഡേഞ്ചറസ്. അപ്പം ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ബേർഡാണ് ലോകത്തിലെ ഏതാ? കസോവറി. അതിൻ്റെ കാലിൻ്റെ നഖം കണ്ടോ, ആ വലിയ കാലുണ്ടോ, അതിൻ്റെ അകത്ത് 3 വിരലും, ഓരോ വിരലിലും നഖം. അതിൽ തന്നെ ആ ഉള്ളിലുള്ള വിരലുണ്ടോ, ഏറ്റവും ഉള്ളിലുള്ള വിരലിലാണ് ഏറ്റവും വലിയ നീളമുള്ള നഖം അല്ലേ. ഇല്ലല്ലോ, ഉള്ളിലുള്ള കാല് പൂച്ചയ്ക്കൊക്കെ ആക്കാൻ പറ്റുള്ളൂ കേട്ടോ. ചീറ്റയ്ക്ക് ഫുള്ളായിട്ട് ആക്കാൻ പറ്റില്ല, കുറച്ചേ ആക്കാൻ പറ്റുള്ളൂ. പൂച്ചയ്ക്ക് ഫുള്ളകത്താക്കാൻ പറ്റും. ഇത് ബേർഡല്ലേ, ബേർഡിനൊന്നും പറ്റുമോ? അത് പൂച്ചയല്ലേ. കസോവറിക്ക് എപ്പോഴും പുറത്താണ്. അത് തന്നെ ഉണ്ടോ, 3 നഖമുണ്ട്. അത് ഏറ്റവും വലിയ നഖം ഏതാ? ഉള്ളിലോട്ടുള്ള നഖം അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ചവിട്ടുന്നത്. പിന്നെന്താ ഉള്ളത്? കണ്ടോ, നല്ല രസമല്ലേ എന്നെ കാണാൻ. അതിൻ്റെ നല്ല നീല മുഖം അല്ലേ, മുഖമല്ല കഴുത്തും. എൻ്റെ കിരീടം പോലത്തെ സാധനം അല്ലേ. എന്താ സംഭവം? മുട്ടയുടെ കളർ എന്താ? പച്ച കളർ. അപ്പം കസോവറിയിൽ ആൺ കസോവറിയാണോ പെൺ കസോവറിയാണോ വലുത്?
പെണ്ണ് കസോവരയാണ് വലുത്. പെണ്ണ് കസോവരയാണ് വലുത് കേട്ടോ. കസോവരയ്ക്ക് ഒറ്റയ്ക്കാണോ ഒരുമിച്ചാണോ ജീവിക്കുന്നത്? ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇഷ്ടം. ആരും അടുത്ത് വരുന്ന ഇഷ്ടമല്ല. അടുത്തായാലും വന്നാൽ ദേഷ്യം വരും. വേറെ കസോവരി എന്നാലും ദേഷ്യം വരും. അതുകൊണ്ട് കൂട്ടിലൊന്നും ഇടാൻ പറ്റില്ല. മീൻസ് നമുക്ക് വളർത്താനൊന്നും പറ്റില്ല കസോവരി. എന്താ, വേറെ ഏതെങ്കിലും ജീവി കൂടുന്ന അതിനെ കൊല്ലും. കസോവരിയെ കൊണ്ടിട്ടാലും അതിനെ കൊല്ലും. അതിന് ഇഷ്ടമല്ല അടുത്താരും വരുന്നത്. ഒറ്റയ്ക്ക് താമസിക്കണം കേട്ടോ. അപ്പോൾ വളർത്തുന്ന കസോവരിയെ ഒറ്റയ്ക്ക് വളർത്താൻ പറ്റുള്ളൂ. രണ്ടുപേരും ഒരുമിച്ച് വയ്ക്കാൻ പറ്റില്ല. കസോവരിക്ക് ഇഷ്ടമല്ല വേറെ ആരും അടുത്ത് വരുന്നത്. അത് ജനിച്ചപ്പോഴേ അങ്ങനെ വളർത്തി വളർത്തി കൊണ്ടുവന്നു. എന്നാലും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ മുട്ട പറഞ്ഞോ. ആരെ ഇഷ്ടമല്ല, ഒറ്റയ്ക്ക് ജനിക്കാനാണ് ഇഷ്ടം. എന്താ കസോവരി കഴിക്കുന്നത്? ഫ്രൂട്ട്സ്. ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഫ്രൂട്ട്സാണ് കേട്ടോ. നമ്മുടെ ഫ്രൂട്ട്സും കഴിക്കും, എല്ലാ ഫ്രൂട്ട്സും കഴിക്കും കസോവരി. കാട്ടിലുള്ള ഫ്രൂട്ട്സാണ് കൂടുതലായിട്ട് കഴിക്കുക. എന്നിട്ട് എന്താ കസോവരിയുള്ള ഗുണം എന്താ? കസോവരി ഫ്രൂട്ട്സ് കഴിച്ചിട്ട് സീഡൊക്കെ ഇവിടെ അപ്പിയിൽ പോവും. അപ്പോൾ എന്താവും, ആ സീഡൊക്കെ വീണ്ടും പ്ലാന്റായിട്ട് വളരും. അപ്പോൾ അതുകൊണ്ട് കസോവരി നല്ലതാണോ? ചെടിയൊക്കെ നല്ലതല്ലേ? അപ്പോൾ അങ്ങനെയാണ് കസോവരി. അപ്പോൾ കസോവരിക്ക് ആണ് ചെറുതും പെണ്ണ് വലിയ കസോവരിയാണ്. എൻ്റെ മുട്ട എടുത്ത ആരാ? പെണ്ണ് കസോവരി. സാധാരണ മുട്ട നല്ലപോലെ നോക്കുന്ന ആരാ? ആണാണോ പെണ്ണാണോ? കിളികൾ പെണ്ണുങ്ങൾ. പക്ഷെ കസോവരിക്ക് ആരാ നോക്കുന്നത്? ആൺ കസോവരിയാണ് മുട്ട നോക്കുന്നത്. മുട്ടയിട്ട് കഴിഞ്ഞാൽ പെണ്ണ് കസോവരി പോവും. ആൺ കസോവരി മുട്ടയിട്ട് മുട്ട നല്ലപോലെ നോക്കി കണ്ടോ. അത് ആൺ കസോവരി മുട്ടയൊക്കെ നല്ലപോലെ നോക്കിയിട്ട് മുട്ട വിരിയുമ്പോൾ എന്ത് വരും? കുട്ടി കസോവരി വരും. അതിനെ കണ്ടിട്ട് വലുതുപോലെ ഉണ്ടോ? ഇല്ല, വേറെ കളറല്ലേ, ഒരു ബ്രൗൺ അല്ലേ. ഇത് കുട്ടിയാ, ഇത് ബ്രൗൺ അല്ലേ. കുറച്ച് ബ്രൗൺ ബ്ലാക്ക് ഇതുണ്ടല്ലേ, തൂവലുണ്ടല്ലേ. പക്ഷെ നീല കളറുണ്ടോ? അതിൻ്റെ ഇത് കൊമ്പും ഇതൊക്കെ ഉണ്ടോ തലയിൽ? ഇല്ല. അപ്പോൾ വളരുമ്പോൾ പതുക്കെ കൊമ്പും വളരും. അപ്പോൾ ഇതിൻ്റെ നീല കളറൊന്നും ഇപ്പോൾ ഇല്ല അല്ലേ. കുറേ കഴിയുമ്പോൾ നീല കളറും വരും. അപ്പോൾ എന്താണ്, ഇതാണ് കസോവരി. മനസ്സിലായോ? അപ്പോൾ കസോവരി എവിടെ ഉണ്ടാവുക? ഏത് രാജ്യത്താണ് ഉണ്ടാവുക? പിന്നെ ന്യൂ ഗിനി. ഓക്കെ. ചെറിയ കസോവരിയും ചവിട്ടുമായിരിക്കും അടുത്ത് പോയാൽ. ഈ കസോവരി, ഈ ചെറിയ കസോവരി, ആൺ കസോവരി ഒരു 1-1.5 വർഷം വരെ നോക്കും, വലുതാക്കും. എന്നിട്ട് വേറെ പോകാൻ പറയും. ഇനി എൻ്റെ കൂടെ താമസിക്കേണ്ട, വേറെ പോയി താമസിക്കാൻ പറയും. വലുതായിട്ട് 1.5 വർഷം കഴിയുമ്പോൾ വലുതാവും കേട്ടോ. മനസ്സിലായോ? അപ്പം അതാണ് കസോവരി. അങ്ങനെയാണ് കസോവരി. അങ്ങനെയാണ്. അതിന് ഒറ്റയ്ക്ക് താമസിക്കാൻ ഇഷ്ടം. പറഞ്ഞില്ലേ? അപ്പോൾ കഴിഞ്ഞു.